രണ്ടു പതിറ്റാണ്ടിനിടെ രാജ്യത്തെ ഒന്നടങ്കം ദുഃഖത്തിലാക്കിയ ഏറ്റവും വലിയ വിമാനാപകടമാണ് അഹമ്മദാബാദിൽ സംഭവിച്ചത്. വിമാന ദുരന്തത്തിൽ 265 പേർ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന് മിനിറ്റുകൾക്കുള്ളിൽ 15 കിലോമീറ്റർ അകലെ നഗരത്തിലെ ജനവാസ കേന്ദ്രത്തിലാണ് എയർ ഇന്ത്യ വിമാനം തകർന്നു വീണത്. അഹമ്മദാബാദ് മേഘാനി നഗറിലെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം ഇടിച്ചിറങ്ങിയത്. അപകടത്തിൽ മരിച്ചവരിൽ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന 10 മെഡിക്കൽ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ടു. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലെ ഗാറ്റ്വിക്കിലേക്ക് പോവുകയായിരുന്ന AI-171 എന്ന വിമാനമാണ് ഉച്ചയ്ക്ക് അഹമ്മദാബാദ് വിമാനത്താവളത്തിന് സമീപത്തു തന്നെ തകർന്നു വീണത്. അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ 242 പേരാണ് ഉണ്ടായിരുന്നത്. 230 യാത്രക്കാരിൽ 169 പേർ ഇന്ത്യൻ പൗരന്മാരും 53 പേർ ബ്രിട്ടീഷ് പൗരന്മാരും 7 പേർ പോർച്ചുഗീസ് പൗരന്മാരും ഒരാൾ കനേഡിയൻ പൗരനുമായിരുന്നു. ഇതിൽ 241 പേരും കൊല്ലപ്പെട്ടു. ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് പൗരൻ വിശ്വാസ് രമേശ് കുമാർ എന്ന യാത്രക്കാരൻ മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. വിമാന ദുരന്തത്തിൽ മരിച്ചവരിൽ ഏക മലയാളി പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിത ആർ നായരാണ്. ഒമാനിൽ ജോലി ചെയ്തിരുന്ന രഞ്ജിതയ്ക്ക് 1 വർഷം മുമ്പ് ഇംഗ്ലണ്ടിൽ ജോലി ലഭിച്ചിരുന്നു. 4 ദിവസത്തെ അവധിക്കാണ് ഇവർ ഇംഗ്ലണ്ടിൽ നിന്ന് നാട്ടിലെത്തിയത്. നാട്ടിൽ നിന്നും മടങ്ങുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത്. രഞ്ജിതയ്ക്ക് കേരള PSC വഴി ആരോഗ്യ വകുപ്പിൽ നഴ്സായി ജോലി ലഭിച്ചിരുന്നു. ഇതോടെ UK-യിലെ ജോലി അവസാനിപ്പിച്ച് മടങ്ങാനായിരുന്നു തീരുമാനം. ഇതിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് 4 ദിവസത്തെ അടിയന്തര അവധിക്ക് നാട്ടിൽ വന്നത്. തിരികെ പോയി അധികം വൈകാതെ ലണ്ടനിൽ നിന്നും മടങ്ങി വരാനായിരുന്നു പദ്ധതി. നാട്ടിൽ വീട് പണിയും പൂർത്തിയായി വരുന്നതേ ഉള്ളൂ. വിദ്യാർത്ഥികളായ 2 കുട്ടികളാണ് രഞ്ജിതയ്ക്കുള്ളത്. അപകടത്തിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും മരിച്ചിരുന്നു. വിജയ് രൂപാണിയുടെ ഭാര്യ അഞ്ജലി രൂപാണിയെയും മകളെയും കാണാനായിരുന്നു വിജയ് രൂപാണി ലണ്ടനിലേക്ക് യാത്ര തിരിച്ചത്. ഭാര്യയെ തിരികെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനായാണ് വിജയ് രൂപാണി അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് എയർ ഇന്ത്യ വിമാനത്തിൽ പുറപ്പെട്ടതെന്ന് റിപ്പോർട്ടുകളുണ്ട്. വിമാനം തകർന്നു വീണ സ്ഥലത്തുണ്ടായിരുന്ന 29 പേരും കൊല്ലപ്പെട്ടു എന്നാണ് വിവരങ്ങളുള്ളത്. മെഡിക്കൽ വിദ്യാർത്ഥികൾ ഉച്ചഭക്ഷണത്തിനായി ഹോസ്റ്റലിലെത്തിയ സമയത്താണ് വിമാനം തകർന്ന് ഇതിനു മുകളിലേക്ക് വീണത്. 10 മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പുറമെ പ്രദേശവാസികളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. പ്രദേശവാസികളായ ഒട്ടേറെ പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ജനവാസ കേന്ദ്രത്തിൽ വിമാനം തകർന്നു വീണ് കത്തിയമർന്നതിനാൽ പ്രദേശവാസികളിൽ എത്ര പേർ അപകടത്തിൽപ്പെട്ടുവെന്ന് വ്യക്തമായി വരുന്നതേ ഉള്ളൂ. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന 12 വിദ്യാർത്ഥികളുടെ നില ഗുരുതരമെന്നാണ് വിവരം. ഇവർ അഹമ്മദാബാദിൽ വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ കഴിയുകയാണ്. സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് വ്യാഴം പകൽ 1:38 പറന്നുയർന്ന വിമാനമാണ് നിമിഷങ്ങൾക്കകം തകർന്നു വീണത്. വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന് 650 അടി ഉയരത്തിലെത്തിയപ്പോഴായിരുന്നു എയർ ട്രാഫിക് കൺട്രോളിലേക്ക് ആദ്യ അപായ സന്ദേശം എത്തുന്നത്. പിന്നാലെ വിമാനം താഴേക്ക് പതിച്ച് പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഇതെല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ സംഭവിച്ചു. പുറത്തു വന്ന ദൃശ്യങ്ങളിൽ വിമാനം പറന്നുയരുന്നതും താഴേക്ക് പതിക്കുന്നതും പൊട്ടിത്തെറിക്കുന്നതും വ്യക്തമായി കാണാം. വിമാനത്താവളത്തിൽ നിന്നും അത്രയ്ക്കും അടുത്താണ് അപകടമുണ്ടായത്. അപകടമുണ്ടായ പ്രദേശത്ത് വിമാനത്തിന്റെയും യാത്രക്കാരുടെയും അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്ന നിലയിലായിരുന്നുവെന്ന് പ്രദേശവാസികൾ വ്യക്തമാക്കുന്നുണ്ട്. വിമാനം ഇടിച്ചിറങ്ങിയ കെട്ടിടം പൂർണ്ണമായും കത്തി നശിച്ചു. വിമാനത്തിന്റെ പിൻഭാഗം ഇളകി മാറി സമീപത്തെ കെട്ടിടത്തിൽ തങ്ങി നിൽക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോഴും കാണാം. വിമാനത്തിന്റെ 90% ഭാഗങ്ങളും പൂർണ്ണമായും കത്തി അമർന്നിരുന്നു. അതീവ ഭാഗ്യം കൊണ്ട് മാത്രമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്ന 242 പേരിൽ ഒരാൾ മാത്രം കാര്യമായ പരിക്കുകൾ ഒന്നുമില്ലാതെ രക്ഷപ്പെട്ടത്. രക്ഷപ്പെട്ട വിശ്വാസ് രമേശ് കുമാർ ചികിത്സയിലാണ്. അപകടത്തിൽ പരിക്കേറ്റ പ്രദേശവാസികളും മെഡിക്കൽ വിദ്യാർത്ഥികളും ചികിത്സയിലാണ്. അപകട സ്ഥലത്തു നിന്ന് ആശുപത്രികളിൽ എത്തിച്ച 80 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. വിമാനയാത്രക്കാരിൽ ഏറെ പേരുടെയും മൃതദേഹങ്ങൾ പൂർണ്ണമായും കത്തി അമർന്നിരുന്നു. വിമാനത്തിൽ പൂർണ്ണതോതിൽ ഇന്ധനം നിറച്ചിരുന്നതിനാൽ അപകടത്തെ തുടർന്ന് ഏറെക്കുറെ പൂർണ്ണമായും വിമാനം അഗ്നിഗോളമായി മാറിയതോടെയാണ് യാത്രക്കാരിൽ പലരുടെയും മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞുപോയത്. മൃതദേഹാവശിഷ്ടങ്ങൾ തിരിച്ചറിയാനായി യാത്രക്കാരുടെ ബന്ധുക്കളിൽ നിന്ന് DNA ശേഖരിക്കുന്നുണ്ട്. അതേസമയം ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ വീതം ധനസഹായം നൽകുമെന്ന് എയർ ഇന്ത്യയുടെ ഉടമസ്ഥരായ ടാറ്റ ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപകടത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് പൂർണ്ണമായി വഹിക്കുമെന്നും തകർന്ന മെഡിക്കൽ കോളേജ് കെട്ടിടം പുനർനിർമ്മിക്കുമെന്നും ടാറ്റ ഗ്രൂപ്പ് അറിയിച്ചിട്ടുണ്ട്. അപകടത്തിന്റെ കാരണം എന്തെന്ന് കണ്ടെത്താൻ കേന്ദ്ര വ്യോമയാന വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. തകർന്ന വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തു. മുൻഭാഗത്തെ ബ്ലാക്ക് ബോക്സിനായി തെരച്ചിൽ നടത്തുകയാണ്. ഇതിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കും.
അനുവദനീയമായതിനേക്കാൾ ഭാരം വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് കൃത്യമായ രീതിയിൽ പറന്നുയരാൻ സാധിക്കാതെ വന്നത് എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളും ഇതിനിടെ ഉയർന്നിട്ടുണ്ട്. വിമാനം തകർന്നു വീഴുന്ന സമയത്ത് വിമാനത്തിന്റെ 2 എഞ്ചിനുകളും പ്രവർത്തനരഹിതമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷികൾ ഇടിച്ചതാണ് അപകട കാരണമെന്ന് ആദ്യം കരുതിയിരുന്നെങ്കിലും ഇത് സംബന്ധിച്ച സ്ഥിരീകരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വിമാനത്തിന് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ആരോപണം ഉയർന്നിരുന്നു. ഇതേ വിമാനത്തിൽ ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് എത്തിയ യാത്രക്കാരിൽ ഒരാൾ വിമാനത്തിലെ സാങ്കേതിക തകരാറിനെ കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ ആശങ്ക പങ്കുവച്ചിരുന്നതായും വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. അന്വേഷണ ഏജൻസികൾ ഈ വിവരങ്ങളെല്ലാം പരിഗണിക്കുന്നുണ്ട്. ഇന്ത്യൻ ഏജൻസികളുടെ അന്വേഷണത്തെ സഹായിക്കാൻ ബോയിംഗ് കമ്പനിയുടെ ഉദ്യോഗസ്ഥരും ഇന്ത്യയിലെത്തും. ഇതിനൊപ്പം അമേരിക്കൻ ഫെഡറൽ ഏവിയേഷൻ ഉദ്യോഗസ്ഥരും ഇന്ത്യയിലെത്തും. ബ്രിട്ടീഷ് ഏവിയേഷൻ ഉദ്യോഗസ്ഥരും അന്വേഷണത്തോട് സഹകരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. വിമാനാപകടം ഉണ്ടായ ദിവസം സ്ഥലം സന്ദർശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തി. പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ അപകടം നടന്ന പ്രദേശം ഇന്ന് സന്ദർശിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപകടം നടന്ന സ്ഥലത്താണ് പ്രധാനമന്ത്രി ആദ്യം എത്തിയത്. ഇതിനു പിന്നാലെയായിരുന്നു പരിക്കേറ്റവർ കഴിയുന്ന ആശുപത്രിയിലും എത്തിയത്. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരുമായും ബന്ധുക്കളുമായും കൂടിക്കാഴ്ചയും നടത്തി. ഇതിനുശേഷം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ പങ്കെടുക്കുന്ന അവലോകന യോഗത്തിലും പങ്കെടുത്തു.